മസിൽസ് അഥവാ പേശികൾ ഇതില്ലാത്തവരായിട്ട് നമ്മുടെ ചുറ്റും ആരും ഉണ്ടായിരിക്കാൻ വഴിയില്ല. കാരണം നമ്മുടെ ശരീരത്തിലെ എല്ലാ ചലനങ്ങളെയും നിയന്ത്രിക്കാൻ വേണ്ടി മാത്രം കാണപ്പെടുന്ന ചില കോശങ്ങളാണ് മസിൽ കോശങ്ങളെന്ന് പറയുന്നത്. ഈ മസിൽ കോശങ്ങളെ നമ്മൾ മലയാളത്തിൽ പേശികളെന്ന് വിളിക്കും. പേശികൾ ഉള്ളതുകൊണ്ടാണ് ഈ അസ്ഥി കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന നമ്മുടെ ശരീരത്തിൻ്റെ ഈ സ്ട്രക്ചറിന് മൂവ്മെൻറ്റ് സാധ്യമാകുന്നത്. അതായത് രണ്ട് എല്ലുകൾ പരസ്പരം ചേരുന്ന ജോയിൻറ്റിൻ്റെ ഭാഗത്ത് നമുക്ക് മടക്കാനും നിവർത്താനും ഒക്കെ കഴിയുന്നത് അവിടെയുള്ള പലതരത്തിലുള്ള പേശികൾ കമ്പൈൻഡായിട്ട് വർക്ക് ചെയ്യുന്നതുകൊണ്ടാണ്. ഉദാഹരണത്തിന് നിങ്ങളൊരു ഡോറ് തുറക്കുന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ ഈ ഡോറ് തുറക്കാൻ ചെല്ലുന്ന സമയത്ത് നമ്മുടെ മനസ്സിലുണ്ട് ഡോറ് തുറക്കണമെന്ന്. എന്നാൽ ഇത് തുറന്നു വരണമെങ്കിൽ നമ്മുടെ ശരീരം അതിനനുസരിച്ച് പ്രവർത്തിക്കണ്ടേ? അപ്പോൾ സ്വാഭാവികമായിട്ടും ഡോറിൻ്റെ അടുത്ത് ചെന്നിരുന്നിട്ട് അല്ലെങ്കിൽ ചെന്ന് നിന്നിട്ട് നമ്മൾ ഡോറിൻ്റെ പിടിയിലേക്ക് കൈവയ്ക്കും. ഈ കൈവയ്ക്കുന്ന പ്രോസസ്സ് തന്നെ ബ്രെയിൻ കൊടുക്കുന്ന സിഗ്നലുകളുടെ അടിസ്ഥാനത്തിൽ നമ്മുടെ കയ്യിലെ പേശികൾ വികസിക്കുകയും ചുരുങ്ങുകയും ചെയ്യുന്നതിൻ്റെ ഫലമായിട്ടാണ്. ഇനി നമ്മളതിൻ്റെ പിടിയിൽ ഇറുക്കി കഴിഞ്ഞിട്ട് പിന്നെ അത് വലിക്കണമെന്ന് വിചാരിക്കണമെങ്കിൽ ഈ വലിക്കാൻ സാധ്യമായിട്ടുള്ള എല്ലാ ഭാഗത്തേക്കും തലച്ചോറിൽ നിന്ന് സിഗ്നൽ എത്തുകയും അതിനനുസരിച്ച് കോശങ്ങൾ പെരുകുകയും ചുരുങ്ങുകയും ചെയ്തിട്ടാണ് ഈ ഒരു ചലനം സാധ്യമാകുന്നത്. ആ ഡോർ തുറക്കാൻ കഴിഞ്ഞില്ലെങ്കിലോ കൂടുതൽ ബലം ആവശ്യമുണ്ട്. അപ്പോൾ നമ്മുടെ ശരീരം എന്ത് ചെയ്യും? കൃത്യമായിട്ട് കാലുകൾ ഉറപ്പിച്ച് നട്ടെല്ലുകൾ നിവർത്തി ശരീരത്തിന് ആവശ്യമായിട്ട് വായു അകത്തേക്ക് എടുത്ത് ഓക്സിജനുകൾ എല്ലാ കോശങ്ങളിലും എത്തിച്ചതിന് ശേഷം നമ്മൾ ആ ഡോർ വലിച്ചു തുറക്കും. ഇത് നമുക്കറിയാവുന്ന കാര്യമാണ്. എന്നാൽ നമ്മൾ ഫിറ്റ്നസ്സിലേക്ക് മറ്റും എത്തുമ്പോൾ നമ്മുടെ ലക്ഷ്യം ഈ ചലിക്കൽ മാത്രമല്ല, നല്ല വെയിറ്റിനെ നമുക്ക് ഉയർത്താൻ സാധിക്കണം എന്നതിന് പുറമെ ഇതിലൂടെ നേടിയിട്ടുണ്ടാകുന്ന ശരീരത്തിൻ്റെ ചേഞ്ചുകൾ ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അതായത് ഈ മസിലുകൾ എന്ന് പറയുന്ന ശരീരത്തിൽ ഏകദേശം 639 എണ്ണത്തോളമാണ് ഉള്ളത്. ഈ മസിലുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ പ്രവർത്തനങ്ങളെല്ലാം ചെയ്യുന്നതെങ്കിലും ഇവയ്ക്ക് മുകളിൽ പല ലെയറുകളായിട്ട് അഡിപ്പോസ് ടിഷ്യൂവിൽ കൊഴുപ്പടിഞ്ഞു ചേരുകയും മസിലിൻ്റെ മൂവ്മെൻറ്റിനെ തടയുന്ന വിധത്തിൽ തന്നെ പലപ്പോഴും നമുക്ക് തടി ഉണ്ടാവുകയും ചെയ്യുന്നതാണ് പൊതുവേ നമ്മൾ കാണുന്ന പൊണ്ണത്തടി എന്ന് പറയുന്നൊരവസ്ഥ. അപ്പോൾ മസിലുകൾ അവിടെ ഉണ്ട്. ഈ മസിലുകളെ കൃത്യമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്നുണ്ടെങ്കിലും അതിൻ്റെ പരമാവധി എഫിഷ്യൻസിയിൽ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നില്ല എന്ന് മാത്രമല്ല, ഈ മസിലുകളെ കൂടുതൽ ശക്തിപ്പെടുത്തിയതിന് ശേഷം ശരീരത്തിന് നല്ല രീതിയിലുള്ളൊരു ബലം കിട്ടുന്നതിനും അതിനനുസരിച്ച് ശരീരത്തിൻ്റെ ആകൃതി മാറ്റുന്നതിനും ആഗ്രഹിക്കുന്നവരാണ് സാധാരണ നല്ല ഭക്ഷണ രീതി പിന്തുടർന്ന് നല്ല ഉറക്കം കിട്ടി ജിമ്മിലേക്ക് പോയതിന് ശേഷം നല്ല വർക്കൗട്ട് ചെയ്യുന്നതും ആരോഗ്യത്തോടെ ഇരിക്കുകയും ചെയ്യുന്നത് എന്ന് പൊതുവേ പറയാറുണ്ട്. നമ്മുടെ ശരീരത്തിൽ പ്രധാനമായിട്ടും 3 ടൈപ്പ് മസിലുകളാണുള്ളത്. 639 എണ്ണം മസിലുകളെ പ്രധാനമായിട്ടും 3 ടൈപ്പായിട്ട് വേർതിരിക്കാം. അതിലൊന്നെന്ന് പറയുന്നത് സ്കെലറ്റൽ മസിലാണ്. സ്കെലറ്റൽ മസിൽ എന്ന് പറയുമ്പോൾ നമ്മുടെ അസ്ഥിയും അതുപോലെ തന്നെ നമ്മുടെ ശരീരവുമായിട്ട് ബന്ധിപ്പിക്കുന്ന മസിലുകൾ. ഈ മസിലുകൾ നമ്മുടെ അസ്ഥിയോട് ചേർന്നിരിക്കുന്നത് കൊണ്ട് തന്നെ അസ്ഥികൾക്ക് ഉള്ളതുപോലെ തന്നെ അസ്ഥികളുടെ ചലനത്തെ കൂടി സഹായിക്കാനായിട്ട് സ്കെലറ്റൽ മസിലുകൾ സഹായിക്കുന്നു. അപ്പോൾ നീണ്ട സിലിണ്ടറിക്കൽ ഷേപ്പിലാണ് സാധാരണ മസിൽ കോശങ്ങൾ കാണപ്പെടുന്നത്, ഫൈബറുകൾ പോലെ. അപ്പോൾ ആ രീതിയിലുള്ള മൂവ്മെൻറ്റാണ് പലപ്പോഴും നമ്മുടെ മസിലുകളിൽ സംഭവിക്കാറുള്ളത്. 2 സ്മൂത്ത് മസിലുകൾ എന്ന് പറയും. ഇത് പലപ്പോഴും നമ്മുടെ പല അവയവങ്ങളിൽ പൊതിഞ്ഞ് കാണപ്പെടുന്ന മസിലുകളാണ് സ്മൂത്ത് മസിലുകൾ എന്ന് പറയുന്നത്. 3ാമത്തെ ഇനം മസിലുകളാണ് കാർഡിയാക് മസിലുകൾ എന്ന് വിളിക്കുന്നത്. പേര് തന്നെയുണ്ട്, നമ്മുടെ ഹൃദയത്തെ പൊതിഞ്ഞ് ഹൃദയത്തിൽ കാണപ്പെടുന്ന പ്രധാനപ്പെട്ട മസിലുകളാണ് കാർഡിയാക് മസിലുകൾ. ഇതിൻ്റെ ഡ്യൂട്ടി ഹൃദയത്തിൽ എന്താണ് സംഭവിക്കുന്നത്? ഹൃദയത്തെ വർഷം മുഴുവൻ, ജീവിത കാലയളവ് മുഴുവൻ പ്രവർത്തിക്കാൻ ആവശ്യമായിട്ടുള്ള രീതിയിലുള്ള ശക്തി കൊടുക്കുകയാണ് കാർഡിയാക് മസിൽ ചെയ്യുന്നത്. അപ്പോൾ കാർഡിയാക് മസിലും സ്മൂത്ത് മസിലും അവയവങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്നത് കൊണ്ട് തന്നെ അതിൽ നേരിട്ടുള്ള നിയന്ത്രണം നമുക്കില്ല. അതായത് ശരീരം പ്രവർത്തിക്കുന്നതിന് വേണ്ടി അത്തരം മസിലുകളെ ജീവിത കാലയളവ് മുഴുവൻ ഇങ്ങനെ പ്രവർത്തിപ്പിച്ചുകൊണ്ടിരിക്കും. അതേസമയം നിങ്ങൾ വെറുതെ ഇരിക്കുമ്പോൾ ഈ പറയുന്ന സ്കെലറ്റൽ മസിലാണ് പ്രവർത്തിക്കാതെ ഇരിക്കുന്നത്. നിങ്ങൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ ആ ചെയ്യുന്നത് സാധ്യമാക്കുന്നത് സ്കെലറ്റൽ മസിലാണ്. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ പ്രധാനമായിട്ടും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഈ സ്കെലറ്റൽ മസിലുകളുടെ പ്രവർത്തനത്തെക്കുറിച്ചാണ്. നമ്മൾ എംബ്രിയോ അവസ്ഥയിലിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഗർഭപാത്രത്തിൽ നമ്മൾ കുഞ്ഞായി രൂപപ്പെടുന്നതിന് മുമ്പ് തന്നെ എൻഡോഡയം, മീസോഡയം, എക്ടോഡയം എന്ന് പറയുന്ന 3 ടൈപ്പ് ലെയറുകളുണ്ട്. ഇതിൽ മീസോഡയം എന്ന് പറയുന്ന ഒരു ലെയറാണ് പ്രധാനമായിട്ടുള്ള മസിലുകളായി മാറുന്നത്. അതായത് നമ്മൾ ജനിക്കാൻ തയ്യാറാകുന്ന സമയം വരെ നോക്കിക്കഴിഞ്ഞാലും ശരീരത്തിൽ പ്രധാനപ്പെട്ട രീതിയിലുള്ള വളർച്ചകൾക്ക് കാരണമാകുന്നതും പ്രൊട്ടക്റ്റ് ചെയ്യുന്നതും അവയവങ്ങളെ പ്രവർത്തിക്കുന്നതും ഹൃദയം പ്രവർത്തിപ്പിച്ച് തുടങ്ങുന്നതുമൊക്കെ തന്നെ ഈ മീസോഡയം എന്ന് പറയുന്ന ലെയർ മസിലുകളായി രൂപപ്പെട്ടതിൻ്റെ ഫലമായിട്ടാണ്. അങ്ങനെ നമ്മൾ ജനിച്ചു കഴിയുമ്പോൾ നമ്മുടെ മസിലുകൾക്കുള്ള സെല്ലുകൾ അല്ലെങ്കിൽ ആ ഒരു കോശങ്ങളെ പോലെ തന്നെ ചില സാറ്റലൈറ്റ് സെല്ലുകളും നമ്മുടെ മസിലിനോട് ചേർന്ന് കാണപ്പെടാറുണ്ട്. ഈ സാറ്റലൈറ്റ് സെല്ലുകളെ മസിലിൻ്റെ സ്റ്റെം സെല്ലുകൾ എന്നാണ് പൊതുവേ പറയുന്നത്. സ്റ്റെം സെല്ലുകൾ എന്ന് പറഞ്ഞാൽ ഡ്യൂട്ടി ഏതാണോ അതിനനുസരിച്ച് ട്രാൻസ്ഫോം ചെയ്യാൻ കഴിയുന്ന സെല്ലുകളെയാണ് സ്റ്റെം സെല്ലുകൾ എന്ന് സാധാരണ പറയുന്നത്. അപ്പോൾ മസിലിൻ്റെ റിപ്പയറിങ്ങിനും മറ്റുമായിട്ട് കാണപ്പെടുന്ന സാറ്റലൈറ്റ് സെല്ലുകൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് മസിലുകൾക്ക് ഡാമേജ് ഉണ്ടായാൽ അല്ലെങ്കിൽ മസിലുകൾ വേറെ മസിലുകളായിട്ടൊക്കെ മാറുന്നത് അത് പൊട്ടിയോ ഡിവൈഡ് ചെയ്തോ ഒന്നുമല്ല. പകരം
സാറ്റലൈറ്റ് സെല്ലുകൾ ഡിവൈഡ് ചെയ്തിട്ട് അത് മസിൽ സെല്ലുകളായിട്ട് റീപ്ലേസ് ചെയ്യുകയാണ് സാധാരണ ചെയ്യുന്നത് എന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. അതായത് സാറ്റലൈറ്റ് സെല്ലുകൾക്ക് മസിൽ ഗ്രോത്തിൽ വളരെ അധികമുള്ള സ്വാധീനം കാണുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ എങ്ങനെയാണ് മസിലുകൾ വലുതാകുന്നത്, ചെറുതാകുന്നത്, അല്ലെങ്കിൽ അതിനെ എങ്ങനെ നമുക്ക് ട്രെയിൻ ചെയ്യാൻ തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് അറിയാൻ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മുടെ സെക്ഷൽ ആയിട്ടുള്ള ഡിഫറൻസുകൾ, ബയോളജിക്കൽ ഡിഫറൻസുകൾ മാറ്റി നിർത്തിയാൽ തന്നെ മനുഷ്യ ശരീരത്തിൽ എല്ലാവർക്കും കൃത്യമായിട്ടുള്ള മസിലുകളുടെ ഡിസ്ട്രിബ്യൂഷൻ കാണാൻ സാധിക്കും. അതേസമയം മസിലുകളുടെ പ്രവർത്തനത്തിന് പലതരത്തിലുള്ള ഹോർമോണുകളും പ്രോട്ടീനുകളും ന്യൂട്രിയൻസും ആവശ്യമുണ്ടെങ്കിൽ പോലും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ട്രെയിൻ ചെയ്യിക്കുമോ അതിനനുസരിച്ച് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒന്നാണ് മസിലുകൾ. അതായത് നമ്മുടെ ശരീരത്തിൻ്റെ റിക്വയർമെൻറ്റിനനുസരിച്ചുകൊണ്ട് അതിന് മാറാൻ സാധിക്കും. നിങ്ങൾ കൃത്യമായിട്ടുള്ള വെയിറ്റ് ട്രെയിനിങ് കൊടുക്കുകയും ശരീരത്തിലെ മസിലുകൾക്ക് ആവശ്യത്തിന് ലോഡ് കൊടുക്കുകയും റെസിസ്റ്റൻസ് കൊടുക്കുകയും വെയിറ്റ് റെസിസ്റ്റൻസ് കൊടുക്കുകയും ചെയ്യുന്നുണ്ട് എങ്കിൽ മസിലുകൾക്ക് തങ്ങളുടെ ശേഷി പോരാ എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനനുസരിച്ച് അപ്ഗ്രേഡ് ആവാൻ സാധിക്കുമെന്നുള്ളതാണ് എളുപ്പത്തിൽ പറഞ്ഞാൽ മനസ്സിലാകുന്ന കാര്യം. അതായത് നമ്മുടെ ശരീരത്തിൽ ആകമാനമുള്ള സാധാരണ മസിൽ ഫൈബറുകൾക്ക് നമ്മൾ കഴിയുന്നതിനേക്കാൾ കൂടുതൽ പ്രോഗ്രസീവ് ഓവർലോഡ് കൊടുത്തിട്ട് വെയിറ്റ് കൂട്ടി കൊടുക്കുകയാണെങ്കിൽ എവിടെയാണോ ആവശ്യത്തിലധികം ശക്തി വേണ്ടി വരുന്നത് അവിടെയുള്ള മസിലുകൾക്ക് ആ ഒരു ദൗത്യം നിറവേറ്റാൻ കഴിയാതെ വരും. നിങ്ങൾ 30 കിലോഗ്രാം വരെ നല്ലതുപോലെ ഉയർത്തും, 40 കിലോഗ്രാം നിങ്ങൾ വളരെ പണിപ്പെട്ട് ഉയർത്താൻ ശ്രമിക്കുമ്പോൾ അതിനാവശ്യമായിട്ടുള്ള പേശികൾക്ക് സാധിക്കാതെ വരികയും അവ പൊട്ടുകയും ചെയ്യും. ഈ മസിൽ ഫൈബറുകൾ പൊട്ടി ഡാമേജ് ഉണ്ടാവുകയും ചെയ്യും. സാധാരണഗതിയിൽ ഡാമേജ് എന്ന് പറയുന്നത് നമ്മൾ പ്രശ്നമായിട്ടാണ് കണക്കാക്കുന്നത്. പക്ഷേ ഇവിടെ ഉണ്ടാകുന്ന ഡാമേജിന് ശരീരം പെട്ടെന്ന് തന്നെ പരിഹരിക്കാൻ അല്ലെങ്കിൽ അതിൻ്റെ ഡാമേജ് മാറ്റി പഴയ രീതിയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കും. ഇങ്ങനെ മസിലുകൾ പൊട്ടി അതിന് പരിഹരിക്കാനുള്ള ശ്രമം ശരീരം നടത്തുമ്പോഴാണ് മസിൽ അല്ലെങ്കിൽ പേശീകോശങ്ങൾ വളരുന്നത്, അല്ലെങ്കിൽ കൂടുതൽ സ്ട്രെങ്ത് വെച്ചിട്ട് അതിൻ്റെ സൈസ് കൂടി ഈ റിക്വയർമെൻറ്റിനനുസരിച്ചുള്ള മാറ്റങ്ങൾ സംഭവിക്കുന്നത്. അപ്പോൾ ഹൈപ്പർട്രോഫി എന്നാണ് ഈ ഒരു പ്രതിഭാസത്തെ വിളിക്കുന്ന പേര്. അതായത് നമ്മൾ കൂടുതൽ മസിലുകൾക്ക് റെസിസ്റ്റൻസ് കൊടുക്കുന്നു, ഭാരം കൊടുക്കുന്നു. ഈ ഭാരം താങ്ങാൻ കഴിയുമോ എന്ന് മസിലുകൾ ശ്രമിക്കുന്നു. ഈ ശ്രമിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ മസിലുകൾക്ക് കഴിയുന്നില്ല. അപ്പോൾ അവിടുത്തെ മസിൽ കോശങ്ങൾ എന്ത് ചെയ്യുന്നു? പൊട്ടുന്നു. ഈ പൊട്ടുന്നതിന് റിക്കവറി ടൈം എടുത്തുകൊണ്ട്, നമ്മൾ ഉറങ്ങുമ്പോഴും ഭക്ഷണം കഴിച്ചിട്ട് വെറുതെ ഇരിക്കുമ്പോഴുമൊക്കെ റിക്കവറി ടൈം എടുത്തുകൊണ്ട് ശരീരം കൃത്യമായ രീതിയിൽ പരിഷ്കരിച്ച് നിലവിലുള്ള മസിൽ കോശങ്ങളെ കൂടുതൽ വലിപ്പം വയ്ക്കാൻ സഹായിക്കുന്നതാണ് ഹൈപ്പർട്രോഫി എന്ന് പറയുന്നത്. സാറ്റലൈറ്റ് സെല്ലുകൾക്കും ഇതിൽ വളരെ വലിയ സ്വാധീനമുണ്ടെന്ന് പഠനങ്ങൾ തെളിയിക്കുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം വെയിറ്റ് ട്രെയിനിങ് ചെയ്യുന്നവരാണെങ്കിൽ ഈ ഒരു പദം നിങ്ങൾ കേട്ടിരിക്കാൻ സാധ്യതയുണ്ട്. ജെനറ്റിക്സിന് വലിയ സ്വാധീനമുണ്ട്. എത്ര വെയിറ്റ് വരെ എടുക്കാം, ഈ പൊട്ടിയ മസിലുകളെ എത്ര പെട്ടെന്ന് റിക്കവർ ചെയ്യിക്കാം, എത്രത്തോളം വലിപ്പത്തിൽ പുതിയ മസിലുകൾ രൂപപ്പെട്ട് വരണം. പുതിയ മസിലുകൾ എന്ന് പറയുമ്പോൾ എക്സിസ്റ്റിംഗ് മസിലുകൾ രൂപപ്പെട്ട് വരണം. സാറ്റലൈറ്റ് സെല്ലുകൾക്ക് അതിൽ എന്തൊക്കെ ചെയ്യാൻ കഴിയും തുടങ്ങിയവ പ്രധാനമായിട്ടും നിർണ്ണയിക്കുന്നത് ജെനറ്റിക്സും നമ്മൾ കഴിക്കുന്ന ഭക്ഷണവും നമ്മുടെ ഉറക്കവും വിശ്രമവും നമ്മുടെ മാനസിക ഉല്ലാസവും സാഹചര്യങ്ങളും ഒക്കെ തന്നെയാണ്. അപ്പോൾ ഒരുപാട് ഘടകങ്ങൾ ഒന്നിച്ചു വന്നാൽ മാത്രമേ നമ്മുടെ ശരീരത്തിൻ്റെ പരമാവധി എഫിഷ്യൻസിയിൽ അതിന് പ്രവർത്തിക്കാൻ കഴിയൂ എന്നുള്ളതാണ് മറ്റൊരു വസ്തുത. അപ്പോൾ ഈ ഹൈപ്പർട്രോഫിയിലൂടെയാണ് പ്രധാനമായിട്ടും മസിലുകൾ വളരുന്നത് എന്ന് പറയുമ്പോൾ ഡെയിലി ചെയ്യുന്ന ഓട്ടം, മറ്റ് ദൈനംദിന കാര്യങ്ങളിലൊന്നും ഹൈപ്പർട്രോഫി സംഭവിക്കില്ല. കാരണം നമ്മൾ എന്നും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ലോഡ് മസിലിന് കൊടുത്തു കഴിഞ്ഞാൽ അത് അതിന് ഹാൻഡിൽ ചെയ്യാൻ സാധിക്കുമെന്നുള്ള രീതിയിലാണ് വിചാരിച്ചു വെച്ചിരിക്കുന്നത്. നിങ്ങൾ വിയർത്തു എന്നുള്ളത് കൊണ്ടോ ഒരുപാട് ദൂരം ഓടി എന്നുള്ളത് കൊണ്ടോ ഒന്നും നിങ്ങളുടെ മസിലുകൾക്ക് കാര്യമായ പുരോഗതി ഉണ്ടാകില്ല. മസിലുകൾക്ക് കാര്യമായ പുരോഗതി ഉണ്ടാകണമെങ്കിൽ മുമ്പ് പരിചയപ്പെട്ടിട്ടില്ലാത്ത അല്ലെങ്കിൽ ചെയ്തിട്ടില്ലാത്ത രീതിയിലുള്ള ഭാരം ഉയർത്തുകയും അതിനനുസരിച്ചുള്ള റെപ്പറ്റീഷൻ നമ്മൾ കൊടുക്കുകയും ചെയ്യണം. ഇതാണ് പലതരത്തിലുള്ള ജിം ട്രെയിനിങ്ങിലും പ്രധാനമായിട്ടും മുന്നോട്ട് വയ്ക്കുന്ന ആശയം. ഒരാളുടെ മസിൽ വളർത്താനുള്ള ഏറ്റവും സിമ്പിൾ മാർഗ്ഗം എന്ന് പറഞ്ഞാൽ ഓവറായിട്ടുള്ള ലോഡ് കൊടുത്ത് ഭാരം ഉയർത്തി മസിൽ കോശങ്ങളെ പൊട്ടിക്കുക, അത് റിക്കവർ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള പ്രോട്ടീനും മറ്റ് ന്യൂട്രിയൻസും എത്തിക്കുക, അത് റിക്കവർ ചെയ്യാനായിട്ടുള്ള സമയം കൊടുക്കുക, ശരീരത്തിന് റെസ്റ്റ് കൊടുക്കാൻ വേണ്ടി ഉറങ്ങുക, മാനസികവും ശാരീരികവുമായിട്ടുള്ള ആരോഗ്യം നിലനിർത്തുക, മനസമാധാനമൊക്കെ വേണം കേട്ടോ അതിന്. അത്തരത്തിലുള്ള കാര്യങ്ങളിലൂടെയാണ് പ്രധാനമായിട്ടും മസിലുകൾ വളരുന്നത്. പല പഠനങ്ങളും മനുഷ്യരിൽ പുതിയ പേശികൾ ഉണ്ടാകുന്നുണ്ടോ എന്ന് അന്വേഷിക്കുന്നുണ്ട്. നമ്മൾ നിലവിലുള്ള പേശികൾ വളരുന്നു, അതിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നു, സാറ്റലൈറ്റ് സെല്ലുകൾ പ്രവർത്തിക്കുന്നു എന്നുള്ളതല്ലാതെ പുതിയ മസിലുകൾ ആളുകളുടെ ശരീരത്തിൽ ഉണ്ടാകുന്നു എന്നതിനെക്കുറിച്ച് പഠനങ്ങൾ നടക്കുന്നുണ്ട്. അത്തരത്തിൽ ചില പഠനങ്ങൾ പറയുന്നത് ഹൈപ്പർപ്ലേഷ്യ എന്ന് പറയുന്ന ഒരു പ്രതിഭാസത്തിൻ്റെ ഫലമായിട്ട് ജിംനാസ്റ്റിക് ആയിട്ടുള്ള ആളുകളിൽ പുതിയ തരത്തിലുള്ള മസിൽ കോശങ്ങൾ രൂപപ്പെടുന്നുണ്ടായിരിക്കാം എന്ന് പറയുന്ന പഠനങ്ങളുണ്ട്. എന്നാൽ അതിനെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള വിവരങ്ങൾ ലഭ്യമല്ല. ഇനി പ്രായം കൂടുന്തോറും എങ്ങനെയാണ് ഈ മസിൽ ഡെൻസിറ്റിക്ക് വ്യത്യാസമുണ്ടാകുന്നത് എന്ന് നോക്കാം. ഒരാളുടെ ശരീരത്തിൻ്റെ ഏകദേശം 2/3 ഭാഗത്തോളം മസിലുകൾക്ക് സ്വാധീനമുണ്ട് എന്ന് പറയുമ്പോൾ അയാളുടെ ജീവിതത്തിൽ ആകമാനം മസിലുകൾ അതുപോലെ നിൽക്കുന്നില്ല.
നമ്മളൊരു 20-30 വയസ്സ് വരെയൊക്കെയാണ് മസിലിൻ്റെ പരമാവധി എണ്ണം നമ്മുടെ ബോഡിയിൽ നിലനിൽക്കുകയും അതിനെ ട്രെയിൻ ചെയ്യാനും സാധിക്കുന്നത്. ആളുകളുടെ ജനറ്റിക്സും സാഹചര്യങ്ങളും അനുസരിച്ച് ഇതിൽ വ്യത്യാസപ്പെടാം. എന്നാലും ഒരു 18 വയസ്സൊക്കെയുള്ള വ്യക്തി അല്ലെങ്കിൽ 21 വയസ്സുള്ള വ്യക്തികളുടെ കാര്യമെടുത്താൽ പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ അയാളുടെ നിലവിലുള്ള ശേഷിയിൽ നിന്നും 30% വരെ അധികം മസിലുകളെ ബലപ്പെടുത്താൻ സാധിക്കുമെന്ന് പഠനങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. ഒരു 40 വയസ്സ് കഴിയുമ്പോഴേക്കും നമ്മുടെ ശരീരത്തിലെ മസിലുകൾ നഷ്ടപ്പെടാനായിട്ട് ആരംഭിക്കും. അതായത് കൃത്യമായ രീതിയിൽ റിപ്പയറിംഗ് നടക്കാൻ ആവശ്യമായ കാര്യങ്ങൾ ഉണ്ടാവുകയോ സാറ്റലൈറ്റ് സെല്ലുകളുടെ എണ്ണം കുറയുകയോ ചെയ്യുന്നതിൻ്റെ ഫലമായിട്ടാണ് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ഇതിൻ്റെ ഫലമായി 40 വയസ്സ് ഏകദേശം കഴിഞ്ഞ ആളുകളിൽ ഓരോ വർഷം കഴിയുന്തോറും ആകെ മസിൽ മാസിൻ്റെ 1 മുതൽ 2% വരെ മസിലുകൾ കുറയാനായിട്ട് ആരംഭിക്കുമെന്ന് പഠനങ്ങൾ സൂചിപ്പിക്കുന്നു. അതിൻ്റെ അർത്ഥം ഏകദേശം 70 വയസ്സുള്ള ഒരു ശരാശരി വ്യക്തിക്ക് 25 മുതൽ 30% മസിൽ കോശങ്ങളുടെ നഷ്ടമുണ്ടാവുകയും മാത്രമല്ല ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശക്തിയും ബലവും ഒക്കെ കൊടുക്കുന്ന അയാൾക്ക് നല്ല രീതിയിലുള്ളൊരു ശേഷി നൽകുന്ന ടൈപ്പ് 2 മസിൽ കോശങ്ങൾ പ്രവർത്തനരഹിതമാകാൻ ആരംഭിക്കുകയും ചെയ്യും. അത്തരത്തിൽ പ്രായമാകുമ്പോൾ സംഭവിക്കുന്നത് ഫാസ്റ്റ് ട്വിച്ച് മസിലുകളുടെ നഷ്ടം മൂലം ശരീരത്തിൻ്റെ സെക്കൻഡറി മസിലുകളായിട്ടുള്ള ടൈപ്പ് 1 മസിലുകളിലേക്ക്, അതായത് സ്ലോ മസിലുകളായിട്ടുള്ള ടൈപ്പ് 1 മസിലുകളിലേക്ക് ശരീരം ഡിപ്പെൻഡ് ചെയ്യാൻ ആരംഭിക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് പ്രായമാകുമ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ ബലക്കുറവ് അനുഭവപ്പെടുന്നതും ശരീരത്തിൻ്റെ ഘടന മാറുകയും ചെയ്യുന്നത്. കോശങ്ങൾ അടങ്ങിയിരിക്കുന്ന മൈറ്റോകോൺട്രിയയാണ് ഊർജ്ജം പ്രദാനം ചെയ്യുന്നതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പ്രായം കൂടുന്തോറും മൈറ്റോകോൺട്രിയയിൽ നിന്നും ATP എന്ന് പറയുന്ന ഊർജ്ജദായകമായിട്ടുള്ള പദാർത്ഥം ഉണ്ടാകുന്നത് കുറയുകയും അതുമൂലം ശേഷി കുറയുകയും ചെയ്യുന്നതായിട്ടാണ് കാണപ്പെടുന്നത്. അപ്പോൾ മൈറ്റോകോൺട്രിയ, പ്രായം, മസിൽ ഇതെല്ലാം കേൾക്കുമ്പോൾ ഫുള്ള് നെഗറ്റീവാണല്ലോ എന്ന് നിങ്ങൾക്ക് തോന്നാം. പക്ഷേ ഇതിന് ചില പരിഹാരങ്ങളുണ്ട്, വളരെ കോമൺ ആണ്. ഒന്നെന്ന് പറയുന്ന ശരീരത്തെ കൃത്യമായിട്ട് മസിലിനെ ഉപയോഗപ്പെടുത്താൻ വേണ്ടി ട്രെയിൻ ചെയ്യുക എന്നുള്ളതാണ്. അതായത് ആഴ്ചയിൽ മിനിമം 4 ദിവസമെങ്കിലും നമ്മൾ കൃത്യമായി ഭാരമുയർത്തി ശരീരത്തിന് മസിലുകളെ നിലനിർത്തേണ്ടതിൻ്റെ ആവശ്യകത ബോധ്യപ്പെടുത്തുന്നു. അതുമാത്രമല്ല ശരീരത്തിന് ആവശ്യത്തിന് പോഷകാംശങ്ങൾ എത്തിക്കുന്നു. അത് അമിതമാകുന്നില്ല, അത് പൊണ്ണത്തടിക്ക് കാരണമാകുന്ന രീതിയിൽ ഫാറ്റും സ്റ്റോർ ചെയ്യുന്നില്ല എങ്കിൽ നമ്മുടെ ശരീരത്തിലെ മസിലിനെ നമുക്ക് നിലനിർത്താൻ സാധിക്കും. മാത്രമല്ല പ്രായമാകുമ്പോൾ തലച്ചോറിൽ നിന്നും നെർവസ് സിസ്റ്റം വഴി ഉണ്ടാകുന്ന സിഗ്നലുകൾ മസിലുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് കുറയുന്നതൊരു പ്രശ്നമാണ്. കൈ ഉയർത്താൻ നോക്കുമ്പോൾ സമയത്ത് കൈ ഉയർത്താൻ പറ്റാത്തത് പ്രായമാകുന്നവരെ നമ്മൾ കാണാറുണ്ട്. അപ്പോൾ നെർവസ് സിസ്റ്റത്തിൽ നിന്നും കൃത്യമായിട്ട് മസിലുകളിലേക്ക് സിഗ്നൽ എത്തുന്ന പാത്തിനെ നിലനിർത്താൻ നമ്മൾ നല്ല രീതിയിലുള്ള വ്യായാമ മുറകൾ ഏർപ്പെടുകയും നല്ല രീതിയിലുള്ള ഭക്ഷണം കഴിക്കുകയും ഉറക്കം കിട്ടുകയും വേണം എന്നുള്ളത് വളരെ അത്യാവശ്യമാണ്. മദ്യം, മയക്കുമരുന്ന്, പുകയില തുടങ്ങിയ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നതും ശരീരത്തിൻ്റെ ഇത്തരം പ്രവർത്തനങ്ങളെ താറുമാറാക്കും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു വസ്തുതയാണ്. അപ്പോൾ നമ്മുടെ ശരീരത്തിലെ പേശികളുമായിട്ട് നാഡീകോശങ്ങൾ ഇൻട്രാക്ട് ചെയ്യുന്നതിനെ കൂടുതൽ സജീവമാക്കുന്നതിന് നല്ല രീതിയിലുള്ള എക്സർസൈസുകളാണ് നമ്മുടെ ജീവിതത്തിൽ വേണ്ടി വരിക. ഇനി അടുത്തത് മൈറ്റോകോൺട്രിയ പോലെയുള്ള കോശാംഗങ്ങളെ ഉത്തേജിപ്പിച്ച് നിർത്തുന്നതിനും വ്യായാമം സഹായിക്കും എന്ന് പഠനങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. അതായത് ഈ ജീവിത കാലയളവ് മുഴുവൻ നമ്മുടെ ശരീരത്തിൽ ഭാരമുയർത്തേണ്ടതിൻ്റെ ആവശ്യകത കൃത്യമായി എത്തിക്കുകയും അതിലൂടെ പേശികൾ നഷ്ടപ്പെടുന്നതിൻ്റെ തോത് കുറയ്ക്കാനും നല്ല സാറ്റലൈറ്റ് സെല്ലുകളെ നിലനിർത്തി ശരീരത്തിലെ പേശികളുടെ സ്ട്രെങ്ത് നിലനിർത്താനും സാധിക്കുമെന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ കൃത്യമായ രീതിയിലുള്ള ഉറക്കം പോലെ നല്ല രീതിയിൽ വെള്ളം കുടിക്കുക കൂടി ചെയ്യുമ്പോൾ കോശങ്ങളിലേക്ക് വളരെ പെട്ടെന്ന് പോഷകാംശങ്ങൾ എത്തിച്ചേരുകയും ചെയ്യും. നമ്മുടെ ഓവറോൾ മസിൽ ഗ്രോത്തിനെ ബാധിക്കുന്ന മറ്റു ചില ഘടകങ്ങളാണ് ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. അതായത് ഓവറായിട്ടുള്ള ഗ്ലൂക്കോസ്, മധുരം ശരീരത്തിൽ എത്തിച്ചേരുന്നത്, കാർബോഹൈഡ്രേറ്റുകൾ ശരീരത്തിൽ എത്തിച്ചേരുന്നത്, ഫാറ്റ് അടിഞ്ഞുകൂടുന്നത് എന്നിവ ഈ മസിലിൻ്റെ പ്രവർത്തനത്തെയും അതിൻ്റെ നിർമ്മാണത്തെയും വളരെ നെഗറ്റീവായിട്ട് ബാധിക്കും. നമ്മുടെ ശരീരത്തിലെ മസിൽ ഗ്രോത്തിനെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നതും അതിനെ റിപ്പയർ ചെയ്യാനും ആവശ്യമായ ഒന്നാമത്തെ ഘടകം എന്ന് പറയുന്നത് പ്രോട്ടീനാണ്. അതുകൊണ്ടാണ് ജിമ്മിലൊക്കെ പോകുന്നവർ എക്സ്ട്രാ പ്രോട്ടീൻ എടുക്കുന്നു എന്നുള്ള രീതിയിൽ നിങ്ങൾ പല കഥകളും കേൾക്കുന്നത്. നമ്മുടെ ശരീരത്തിൽ നമ്മുടെ ശരീരഭാരത്തിനോട് അടുപ്പിച്ചത്രയും ഗ്രാം മിനിമം പ്രോട്ടീൻ ഒരു ദിവസം ശരീരത്തിൽ എത്തിച്ചേരേണ്ടതുണ്ട്. അതായത് എൻ്റെ ശരീരഭാരം 80 കിലോഗ്രാം ആണെങ്കിൽ എനിക്ക് ഒരു ദിവസം മിനിമം 80 ഗ്രാം പ്രോട്ടീൻ എത്തിച്ചേരേണ്ടതായിട്ട് വരും. നിങ്ങൾ കണക്കാക്കി നോക്കൂ, നിങ്ങളുടെ ശരീരഭാരത്തിനനുസരിച്ചുള്ള പ്രോട്ടീൻ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ എന്നുള്ളത്. അപ്പോൾ 80 കിലോഗ്രാം ഭാരമുള്ള ഒരാൾക്ക് 100 ഗ്രാം പ്രോട്ടീൻ എത്തിച്ചേർന്നാലും അത് ശരീരത്തിൻ്റെ നിലനിൽപ്പിന് ഉപയോഗപ്പെടും എന്നുള്ളതാണ് വസ്തുത. വെയിറ്റ് ലിഫ്റ്റ് ചെയ്യുന്നവരും ഒക്കെ തന്നെ അതിലേറെ പ്രോട്ടീൻ എടുത്തുകൊണ്ടാണ് ബോഡിയിൽ മസിൽ മാസ് നിലനിർത്താനായിട്ട് ശ്രമിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഭക്ഷണ രീതി മസിലുകളെ നിലനിർത്തുന്നതിന് വലിയ സ്വാധീനം നൽകുന്നുണ്ട്. നല്ല രീതിയിൽ ഭക്ഷണം കഴിച്ചിട്ട് മുട്ടയും പയറും ഒക്കെ കഴിച്ച് പ്രോട്ടീൻ ശരീരത്തിൽ എത്തിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം എക്സ്ട്രാ പ്രോട്ടീൻ എടുക്കേണ്ട ആവശ്യകതയില്ല. എന്നാൽ ശരീരത്തിൽ ആവശ്യത്തിന് പ്രോട്ടീൻ എത്തിച്ചേരുന്നില്ല എന്ന് തോന്നുന്നവർക്ക് ഡയറ്റീഷ്യൻ്റെ സഹായത്തോടു കൂടി വെളിയിൽ നിന്ന് പ്രോട്ടീൻ സപ്ലിമെൻറ്റുകൾ എടുക്കാൻ സാധിക്കും. പുതിയ ICMRൻ്റെ റിപ്പോർട്ട് പ്രകാരം നമ്മുടെ വിപണിയിൽ കിട്ടുന്ന മിക്ക പ്രോട്ടീനുകളിലും ദോഷകരമായിട്ടുള്ള അളവിൽ പല കെമിക്കലുകളും ചേർന്നിട്ടുണ്ട് എന്നുള്ള വാർത്ത മുന്നിൽ നിൽക്കുമ്പോൾ ഈ വിഷയത്തെക്കുറിച്ചുള്ള നമ്മുടെ ധാരണ വളരെ കൃത്യമായിരിക്കണം.
പ്രോട്ടീൻ ശരീരത്തിന് ആവശ്യമുണ്ടോ, മറ്റെന്തെല്ലാം വിറ്റാമിനുകൾ ആവശ്യമുണ്ട്, എടുക്കുന്ന പ്രോട്ടീൻ്റെ ക്വാളിറ്റി എങ്ങനെയാണ്, നമ്മുടെ ശരീരത്തിന് അത് ആവശ്യമാണോ, അത് ദഹനത്തിനെ ബാധിക്കുമോ തുടങ്ങിയ ഒരുപാട് കാര്യങ്ങളും മെഡിക്കൽ കണ്ടീഷനുകളൊക്കെ മനസ്സിലാക്കി മാത്രമേ നമ്മൾ പ്രോട്ടീൻ ഉപയോഗിക്കാൻ പാടുള്ളൂ. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ശരീരത്തിന് ആവശ്യമുണ്ട്. കൂടുതൽ ശരീരം ബിൽഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് കൂടുതൽ ആവശ്യമായിട്ട് വരും. എന്തൊക്കെ പറഞ്ഞാലും എല്ലാ വ്യക്തികളും ആരോഗ്യം സംരക്ഷിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ശരീര സംരക്ഷണം ആഗ്രഹിക്കാത്ത ഒരു വ്യക്തിയില്ല. നമ്മുടെ സാഹചര്യങ്ങൾക്കനുസരിച്ച് പലരും അത് മറന്നു പോവുകയോ അവോയ്ഡ് ചെയ്യുകയോ ചെയ്യുന്നതിൻ്റെ ഫലമായിട്ടാണ് പലപ്പോഴും ആഹാരം കൊണ്ടുള്ള പൊണ്ണത്തടിയും മറ്റും സംഭവിക്കുന്നത്, അല്ലാതെ മറ്റൊന്നുമല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം, ശരീരത്തിൻ്റെ പേശികളെ ഉത്തേജിപ്പിച്ച് നിർത്തുക. അതിന് ബയോളജിക്കലി ആണെന്നോ പെണ്ണെന്നോ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള യാതൊരു വ്യത്യാസവുമില്ല. ഹോർമോണുകളിലും ജെനറ്റിക്സുകളിലും ചിലപ്പോൾ വ്യത്യാസമുണ്ടായിരിക്കാം. പക്ഷേ അടിസ്ഥാനപരമായി മനുഷ്യനെ മനുഷ്യനാക്കി മാറ്റി നിർത്തുന്നതും നമുക്ക് ഈ ഒരു ശേഷികൾ തരുന്നതും, മനുഷ്യന് മാത്രമല്ല എല്ലാ ജീവികൾക്കും അവരുടെ ശേഷികൾ കൊടുക്കുന്നതും മസിലുകളാണ്. ഇതിൽ പറഞ്ഞ ഓരോ ടോപ്പിക്കിനെ കുറിച്ചും ഇനിയും ഡീറ്റെയിൽഡ് ആയിട്ട് വീഡിയോകൾ വരുന്നുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കാൻ സാധ്യത കുറവാണ്. സോ സ്റ്റേ ട്യൂൺ.